ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു കേളി ഹെയർ റൂട്ടീനായിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. പിന്നെ ഹെയർ കെയർ റൂട്ടീൻ കാണിക്കുന്നത് അന്നമ്മേനെ പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എൻ്റെ ഫ്രണ്ടാണ്. ഓൾറെഡി കുറേ വീഡിയോസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഭൂമിക വേദിക്സിൻ്റെ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റിവ്യൂവും ഞങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ലാസ്റ്റ് ഞാൻ പിൻ ചെയ്യുന്നുണ്ട്, അത് പോയി കാണാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്യട്ടോ. അത് കേളിംഗ് ക്രീം ലീവ്-ഇൻ കണ്ടീഷണറാണ് ആക്ച്വലി. പക്ഷെ കേളിംഗ് ക്രീമാണ് വേണ്ടത്. അതെന്താ ഇല്ലാത്തത് കൊണ്ടിട്ട് ലീവ്-ഇൻ ഇങ്ങനെ ഇട്ടാൽ മതി. ഇത് പക്ഷെ വെള്ളം കുറഞ്ഞു ആക്ച്വലി. ഇത് നല്ല നല്ല വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വെച്ചിട്ട് ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡ് പോലെ ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എന്റേതായ ഇപ്പൊ വെള്ളം കുറവാണെങ്കിൽ ഞാൻ ഒരു ഇത്തിരി വെള്ളം കൂടി മുടിയിൽ നല്ല വെള്ളം വേണം. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് ഇത് ഞാൻ മുടിയിലാണ് തേക്കത്തുള്ളൂ. ഞാൻ ആക്ച്വലി സ്കാൽപ്പിൽ ഇടൂല. ഇത് ലീവ്-ഇൻ കണ്ടീഷണർ. ഇത് ആക്ച്വലി കേളി ക്രീം ആണ് വേണ്ടത്. അത് പക്ഷെ ഞാൻ ഓർഡർ ചെയ്തപ്പോ മാറിപ്പോയത് കൊണ്ടിട്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളും നല്ല സ്മെല്ലുണ്ട്. നല്ല ഷീബട്ടറിന്റെ നല്ല സ്മെല്ലാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൈം ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റ് കേളിംഗ് ക്രീം ഓർഡർ ചെയ്യണം. ഇത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് കേളിംഗ് ജെല്ലുണ്ട്. ഇത് ഓൾമോസ്റ്റ് തീരാനായി. ഞാൻ യൂസ് ചെയ്ത് തീരാനായി. ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്, വീട്ടിലിരിപ്പുണ്ട്. പക്ഷെ ഇത് തീർന്നിട്ട് എന്നിട്ട് ഞാൻ എപ്പോഴും സ്ക്രഞ്ച് ചെയ്യത്തുള്ളൂ. ഫിംഗർ കോയിലൊക്കെ ചെയ്യാനായിട്ട് നല്ല സമയം എടുക്കും. അതേപോലെ ഞാൻ ഭയങ്കര മടിയുള്ള സമയമില്ല. പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും എനിക്ക് സമയമില്ല ഫിംഗർ കോയിലൊക്കെ ചെയ്യാനായിട്ട്. കുറച്ച് ബിസി, അതിന് ഭയങ്കര ബിസി ആയിട്ടുള്ള സ്ക്രഞ്ചിങ് മടിയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ വേണമെങ്കിൽ പറയാം. നീ സ്ക്രഞ്ച് ചെയ്ത് ആവശ്യത്തിന് തീർക്കാം. ഞാൻ ആക്ച്വലി ജെല്ല് വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. അതേപോലെ ഇത് പേഴ്സണൽ യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ പറയുന്നത്. അല്ലാതെ മേ ബി അത് ഓരോ ആൾക്കാർ ചെയ്യണതും എല്ലാം വ്യത്യാസം ഉണ്ടാവില്ല. അതായത് ഏറ്റവും മടിയുള്ളവർക്കും കഷ്ടപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പറ്റിയ സംഭവം. എന്നാ കേൾ ഹെയർ വേണം. അതെ, കണ്ടിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഉണക്കാം. യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഇപ്പൊ കണ്ട തന്നെ അന്യൻ ലുക്ക് ഉണ്ടാവും. അതെ, അത്രയും പത്ത് വൃത്തിയുടെ മാർക്കറ്റ്. ഇത് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. 2500 ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. എപ്പോഴും ഈ ഒരു ഇത് വെച്ചിട്ടാ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി ഇപ്പോഴാ മനസ്സിലായി. ഇതിന് വേണ്ടിട്ട് ഹെയറിന് വേണ്ടിട്ട്. അപ്പൊ ഭയങ്കരമായിട്ട് ഫ്രിസി ഇങ്ങനെ പറന്ന് നിക്കത്തില്ല, ഒരു ഹോൾഡ് ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് മുടി ഉണക്കാം. മുടി ഉണക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ എപ്പോഴും ഹൈ സ്പീഡിൽ മീഡിയം ടെമ്പറേച്ചർ ഇട്ടിട്ടാണ് ഉണക്കണത്. കാരണം ഹൈ ടെമ്പറേച്ചറിൽ ഇടുമ്പം ഭയങ്കര ചൂടായിരിക്കും, ലോ ടെമ്പറേച്ചറിൽ ഇടുമ്പം ഭയങ്കര സമയം എടുക്കും ഉണങ്ങാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ബിസി പേഴ്സൺ ആയതുകൊണ്ടിട്ട് സമയമില്ല. അതുകൊണ്ടിട്ട് അപ്പൊ ഉണക്കിട്ട് ഉണക്കി കഴിഞ്ഞിട്ട്, അതായത് ഒരു 90% ഞാൻ ഉണക്കിയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് ഞാൻ എയർ ഡ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ തന്നെയല്ലേ പറയണത്. അതായത് കാറ്റടിച്ചുണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കും. കാരണം
മനസ്സിലായില്ലേ? ലാസ്റ്റ് ഞാൻ സെറം തേക്കും. പക്ഷെ സെറം ഞാൻ ഈ അടുത്തിടയ്ക്ക് യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ, ഒരു ക്യൂരിയോസിറ്റീന്റെ പുറത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് ഇങ്ങനെ തന്നെ പണ്ടേ തൊട്ട് ചെയ്യാനുള്ളതാണ് ഇത് ശരിക്കും? അതോ പണ്ടേ തൊട്ട് ഒഴിച്ചോ? പണ്ടേ തൊട്ടെന്ന് പറഞ്ഞാല് പണ്ടൂട്ടേ എന്റെ ചുരുണ്ട മുടിയാ. മറ്റേ ചെറുപ്പത്തിൽ ഈ കുരുവിക്കൂടെന്നൊക്കെ വിളിച്ചു. എന്റെയും കേളി ഹെയർ ആയിരുന്നു, പക്ഷെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്താണോ ഹെയർ കട്ട് ചെയ്തതാണോ എന്ന് അറിയില്ല. എന്റെ ഹെയർ ഇതേ മാറി, മേ ബി കെയർ ചെയ്യാത്തോണ്ടായിരിക്കും ചിലപ്പോ. എന്റെ ചെറുപ്പം തൊട്ടേ കേളി ഹെയറാ, അതായത് പ്രോപ്പർ കേളി ഹെയർ ആയിരുന്നു എന്റെ. അപ്പൊ നാട്ടിൽ പണ്ടോട്ടെ ഇങ്ങനെ എന്താ കുരുവിക്കൂട് അത് കളിച്ചിട്ട് കളി, ആ ഒരു കൂട്ടത്തിലുള്ള ആളായിരുന്നു ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു സ്ട്രൈറ്റ് ഒരു സമയത്ത് ഇപ്പൊ സ്ട്രൈറ്റ് ചെയ്യാം എന്നൊരു കാര്യം ഓർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടതാണ്, ആ ടൈമിലാണ് കളി ഹെയർ റുട്ടീനൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വന്നത്. അപ്പൊ പിന്നെ അത് ഫോളോ ചെയ്ത് അങ്ങനെ. ഇത് ഈ സെറം യൂസ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യാറില്ല, സെറം യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. ഇതാണ് ഫിനിഷ് കിട്ടാനുണ്ടല്ലേ ഇതില്, ക്രീമി. നമ്മള് ഷീബട്ടിന്റെ മോയ്സ്ചറൈസർ ഒക്കെ ഇരിക്കുമല്ലേ, അതേപോലെ നല്ല സ്മെല്ല്, നല്ലതാണ്, നല്ല സ്മെല്ലാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലിവിങ് കണ്ടീഷണറിന്റെ അത് സത്യം പറഞ്ഞ കേളി ഹെയറിനുള്ളതല്ല കേട്ടോ, അത് ആർക്ക് വേണേലും യൂസ് ചെയ്യും. കാരണം അത് കേളി ഹെയറിന്റെ ഇത് വരുന്നതേ അല്ല. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ എല്ലാം ആമസോണിൽ നിന്നാണ്, ആമസോണാണ് ഫുള്ള് ഇത്. അപ്പൊ ഞാൻ ഇതിങ്ങനെ നാട്ടില് നയിക്കും, ഇവിടെ ആമസോൺ. ഞാൻ സത്യം പറഞ്ഞാൽ എന്റേതായ രീതിക്കാണ് ഞാൻ സാധനങ്ങളെല്ലാം ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ഇതാണ് പ്രോപ്പർ മെത്തേഡ് ആ ഒരു രീതിക്ക് ഇതില്ല. കാരണം നമ്മള് പ്രൊഫഷണലി അങ്ങനെയല്ല. പക്ഷെ എന്റെ മുടി ഇങ്ങനെ കിടന്നോളൂ. ഇതിപ്പം ഞാൻ ആഴ്ചയിൽ 2 ദിവസമേ വാഷ് ചെയ്യുള്ളൂ, വെൻസ്ഡേസും സൺഡേസും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആക്ച്വലി ഈ ഹെയർ ഇത്ര ഹോൾഡ് ചെയ്ത് നിക്കത്തില്ല ഈ കേൾസ്. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ സ്പ്രേ ബോട്ടിലുണ്ട്, വാട്ടർ സ്പ്രേ ചെയ്യാവുന്ന ബോട്ടിലുണ്ട്. അപ്പൊ ജസ്റ്റ് അതെടുത്തൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാല് അത് ഉണങ്ങി കഴിയുമ്പോ നോർമൽ അത് തിരിച്ചു വന്നോളൂ. അപ്പൊ പിന്നെ ഇതിപ്പോ ഞാന് കഴിഞ്ഞ സൺഡേ വാഷ് ചെയ്താ, ഇന്നാണ് അത് കഴിഞ്ഞ് വാഷ് ചെയ്ത, സമയം കിട്ടിയില്ല. അത് ഇതേ വഴുക്കത് ഒന്ന് വെള്ളം ഇട്ട് നനച്ച് കൊടുത്തിട്ട് ഒന്ന് സ്ക്രഞ്ച് ചെയ്തിട്ടാല് നോർമലായിട്ട് അത് വരൂല, കേൾസില് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ഹെയർ സ്റ്റൈല് ഫുള്ള്. ഞാൻ ഇങ്ങനെ ഒരു ക്ലിപ്പ് എടുത്തിട്ട്, ഒന്നെങ്കിൽ ഇങ്ങനത്തെ ക്ലിപ്പ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ ബനാന ക്ലിപ്പില്ലേ, ബനാന ക്ലിപ്പ് എടുത്തിട്ട് മുടി സ്ഥിരം ഞാൻ ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇടും. എനിക്ക് വേറെ ഹെയർ സ്റ്റൈൽസ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് ക്ഷമിക്കണം, എനിക്കിത് ഭയങ്കര ഇതാണ് എനിക്കിഷ്ടമാണ്. നമ്മ അതിൽ കുറച്ച് ഫ്രണ്ടിലിടാണോ ഇതാണ് എനിക്കത്. ഇത് സത്യം പറഞ്ഞ ഇതല്ലാണ്ട് വേറെ ഹെയർ സ്റ്റൈൽസ് ഒന്നും അറിയില്ല, അതാണ് ഇതേ.